ഗൃഹനാഥൻ ജീവനൊടുക്കിയതിനു പിന്നാലെ പ്രതിക്കൂട്ടിലായ തിരുവനന്തപുരം ചമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിലെ വൻ ക്രമക്കേട് പുറത്തുവന്നു. വായ്പ നൽകിയതിലും ബോർഡംഗങ്ങളെ നിയമിച്ചതിലും തിരിമറി നടന്നുവെന്നാണ് ഏറ്റവും പുതിയ കണ്ടെത്തൽ. സഹകരണ സംഘത്തിൻ്റെ ബാധ്യത 17 കോടി രൂപയെന്നാണ് ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട് പറയുന്നത്. അതേസമയം സഹകരണ സംഘ പ്രസിഡന്റ് അണിയൂർ ജയകുമാർ കബളിപ്പിച്ചെന്ന് മരിച്ച ബിജുകുമാറിൻ്റെ കുടുംബം ഇന്ന് 24 പറഞ്ഞു. ആരോപണങ്ങൾ നിഷേധിച്ച് ജയകുമാറും ഇന്നത്തെ വാർത്താപ്പകലിൽ രംഗത്ത് വന്നു. പ്രസിഡന്റ് കബളിപ്പിച്ചത് തന്നെയാണ്, എൻ്റെ ചേട്ടനെ കൊന്നത് തന്നെയാണ്. സമാധാനപ്പെടുത്തിയിട്ടിരുന്നെങ്കിൽ എൻ്റെ ചേട്ടൻ പോവില്ലായിരുന്നു, ജീവനോടെ കിട്ടി. ഒരു കുടുംബത്തിൻ്റെ ഏക ആശ്രയമാണ് ഇല്ലാതായത്. ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റായ ജയകുമാർ നിക്ഷേപകനായ ബിജുകുമാറിൽ നിന്ന് 2,52,000 രൂപ തട്ടിച്ചുവെന്നാണ് ആരോപണം. ചിട്ടിപ്പണം ലഭിക്കുമ്പോൾ തിരികെ നൽകാമെന്ന് പറഞ്ഞാണ് ജയകുമാർ ബിജുകുമാറിൽ നിന്ന് പണം വാങ്ങിയത്. പണത്തിനായി സഹകരണ സംഘത്തിൽ കയറിയിറങ്ങി മടുത്ത ബിജുകുമാർ ജീവനൊടുക്കുകയായിരുന്നു. ഇങ്ങനെ അങ്കിള് പറ്റിച്ചതാണ്, ഇനി കിട്ടാൻ വല്ല വഴിയുണ്ടോയെന്ന് അറിയത്തില്ല, എന്തെങ്കിലും ചെയ്യാം, പോയി സംസാരിക്കാം എന്നൊക്കെ. എന്നിട്ട് അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞ വർഷം LBSൽ അലോട്ട്മെൻറ്റിന് കിട്ടുന്ന ടൈമിലാണ് അച്ഛൻ പോയി ചെന്ന് ചോദിച്ചിങ്ങനെ പഠിത്തത്തിന് ആവശ്യത്തിന് ഇങ്ങനെ പൈസ തരുമോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞാൽ ആ തരാം, അലോട്ട്മെൻറ്റ് കിട്ടട്ടെ എന്ന് പറഞ്ഞു. അലോട്ട്മെൻറ്റ് കിട്ടിയ ടൈമിൽ പോയി ചോദിച്ചപ്പം പറഞ്ഞ് പിന്നെ തരാം. പിന്നെ അലോട്ട്മെൻറ്റിൻ്റെ ടൈം അങ്ങ് കഴിഞ്ഞ് പൈസ അടയ്ക്കാൻ ടൈം അത് ക്യാൻസലായിപ്പോയി. ബിജുകുമാറിന്റെ മരണത്തിന് പിന്നാലെ സഹകരണ സംഘത്തിലെ ക്രമക്കേടുകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വായ്പ നൽകിയതിലും നിയമനത്തിലും വൻ തട്ടിപ്പ്. സഹകരണ ചട്ടം മറികടന്ന ബാങ്ക് പ്രസിഡന്റ് അണിയൂർ ജയകുമാറിന്റെ സഹോദരി പുത്രിയെ സെക്രട്ടറിയാക്കി, ഭാര്യയെ ബോർഡംഗമാക്കി. സഹകരണ സംഘത്തിൽ നിന്ന് ലോണുകൾ നൽകിയത് ശരിയായ ജാമ്യം വാങ്ങിയല്ല. ഒരു ലോൺ അടച്ചു തീരുന്നതിന് മുമ്പ് രണ്ടാമത്തെ ലോൺ നൽകി, രണ്ടും തിരിച്ചെടുക്കാനായില്ല. ഡെയിലി കളക്ഷൻ വഴി ലഭിച്ച പണം കണക്കിൽ ഉൾപ്പെട്ടില്ല. സെക്രട്ടറിയുടെ പേരിൽ സ്വകാര്യ അക്കൗണ്ട് തുടങ്ങി പല വായ്പയുടെ തിരിച്ചടവും അതിലേക്ക് വരവ് വച്ചതടക്കം ഗുരുതര ആരോപണങ്ങളാണ് ഉയരുന്നത്. ഈ 2018-19 അവിടെ വ്യക്തമായ ഒരു ആഡിറ്റ് നടന്നില്ല. ആ ആഡിറ്റ് നടക്കുമ്പോൾ ഈ സംഘത്തിൽ നീക്കിയിരിപ്പ് തുകയും ലോണായി കൊടുത്തിട്ടുള്ള തുകയും പോയിട്ട് 5 കോടി രൂപ കാണാതെ ഇല്ലാതെയായി. പിന്നീട് ഇന്റേണൽ ആഡിറ്റ് നടന്നപ്പോൾ അത് 17 കോടി രൂപയായി ഉയർന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുകയാണ് അണിയൂർ ജയകുമാർ. ബിജുകുമാറിന് 1 രൂപ പോലും നൽകാനില്ലെന്നും ബാങ്കിലേക്ക് 22 ലക്ഷം അടയ്ക്കാനുണ്ടെന്നും പ്രതികരണം. ഞാൻ അങ്ങനെ കടം വാങ്ങുന്ന ആളല്ല. എനിക്ക് സ്വകാര്യ വശത്തിന് ബിജുവിന് ഈ നാട്ടിൽ വളരെ സാമ്പത്തിക ശേഷിയുള്ളവരാണ്. അവർ തന്നെ എൻ്റെ കുടുംബാംഗങ്ങളിൽ തന്നെ ഉണ്ട്. അവരിൽ നിന്ന് 2 ലക്ഷം രൂപ വാങ്ങിയത് ഈ പാവപ്പെട്ട പയ്യൻ്റെ ഞാൻ 2 ലക്ഷം രൂപ വാങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു ദൈവദോഷം കിട്ടും. ആ കാര്യത്തിൽ അവർ പറയുന്നതിൽ ഒരുവിധ ഇതുമില്ല. 22,31,200 രൂപയാണ് സംഘം റെക്കോർഡ് പ്രകാരം ഈ ബിജുകുമാർ അടയ്ക്കേണ്ടത്. അല്ല വേറെ ഒരുവിധ ആശങ്കയും നമുക്കില്ല. എടുത്ത വായ്പകളും ചിട്ടികളും തിരിച്ചടച്ചുവെന്നാണ് തെളിവ് സഹിതം കുടുംബം പറയുന്നത്. പണം ലഭിക്കാത്ത നിക്ഷേപകരുടെ പരാതികൾ വേറെയും. സഹകരണ രജിസ്ട്രാറുടെ അന്വേഷണത്തിൽ ക്രമക്കേടുകളുടെ യാഥാർത്ഥ്യം പുറത്തുവരുമെന്നാണ് പ്രതീക്ഷ. MG പ്രതീഷ്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. മന്ത്രി സജി ചെറിയാൻ ഇന്ന് പറഞ്ഞത് പൂർണ്ണമായും ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ അധികം പ്രേക്ഷകർ കത്തയക്കുന്നുണ്ട്. അവർ പലരും അനുഭവങ്ങൾ വെച്ച് ആണ് പറയുന്നത്. സന്തോഷ് കുമാർ കാവൻപുറത്ത് പറയുന്നു, SSLC റിസൾട്ട് വന്നപ്പോൾ ഗോട്ട് ഫുൾ A+ ആൻഡ് ഐ ആം പാസ്ഡ് അവേ എന്ന് പോസ്റ്റ് ഇട്ട ഒരു ബിരുദനെ കണ്ടു. അപ്പോൾ ചെറിയാൻ സാറ് പറഞ്ഞത് ശരിയല്ലേ എന്ന് പറയുന്നു. പാസ്ഡ് അവേ എന്ന് പറഞ്ഞത് കുറച്ച് കടത കയ്യായിപ്പോയി. എന്തായാലും മരിച്ചു എന്നല്ലേ അതിൻ്റെ അർത്ഥം.